സെൻട്രൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 75 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തപ്പോൾ എൻ്റെ എക്സാം സ്റ്റോപ്പ് ആയിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പാസ്സായിട്ടുണ്ടെന്ന്. അപ്പം എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്നിൽ ബിൽഡ് ചെയ്തത് എന്ന് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം എൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു സോണ്ടസ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു. ആ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ സിസ്റ്റത്തിനെ പറ്റി നോട്ട്സ് ഉണ്ടല്ലോ. അപ്പം പയ്യെ അത് വായിക്കാനായിട്ട് തുടങ്ങി. അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു NCLEX ആൻഡ് റിവ്യൂ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഡി കമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു റിവ്യൂ ക്ലാസ്സിലാണ് ഞാൻ ചേർന്നത്. അനിൽ എന്ന് പറഞ്ഞ സാറാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ ക്ലാസ്സിനും ജോയിൻ ചെയ്തു. അപ്പം ക്ലാസ്സിലെടുക്കുന്ന സിസ്റ്റം അവരുടെ നോട്ട്സ് ഞാൻ റെഫർ ചെയ്യും, ഡിസ്കഷൻസിൽ ഇൻവോൾവ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഞാൻ സോണ്ടേഴ്സിൽ ആ സിസ്റ്റം വായിക്കും. എന്നിട്ട് രണ്ട് സ്ഥലത്തുനിന്നും എനിക്ക് കിട്ടുന്ന പുതിയ നോളേജ് എല്ലാം ഞാൻ ഓരോ നോട്ട്ബുക്കിൽ സിസ്റ്റം വൈസ് എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ ഓരോ സിസ്റ്റം കഴിയുമ്പോഴും ഒരു 10-15 പേജ് ഞാൻ വിട്ടു വയ്ക്കും. കാരണം യുവേൾഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം ഈ സെയിം ടൈമിൽ എനിക്ക് യുവേൾഡിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റം പഠിക്കുമ്പോൾ റിവ്യൂ ക്ലാസ്സിൽ നിന്ന് കേൾക്കും, ഞാൻ സോണ്ടേഴ്സ് ടെക്സ്റ്റ് ബുക്ക് വായിക്കും, പിന്നെ അതേ സിസ്റ്റത്തിൻ്റെ യുവേൾഡിൽ സിസ്റ്റം വൈസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യും ക്വസ്റ്റ്യൻസ്. അപ്പോഴും റാഷണലൈസ് നമുക്ക് ഇഷ്ടംപോലെ ന്യൂ നോളേജ് കിട്ടും. അതെല്ലാം ഞാൻ ഈ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കും. അങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ചിലപ്പോൾ വീഡിയോസ് കാണാറുണ്ട്. പിന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കുറേ NCLEX ആൻഡ് ഫ്രീ ആപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അലോങ് വിത്ത് റാഷണൽസ്. അപ്പം കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ എല്ലാം ആ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ പ്രോസസ്സ് ഏകദേശം ഒരു 3 months കൊണ്ട് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാറായപ്പം 3 months കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ 2 weeks ഞാൻ എൻ്റെ ഈ നോട്ട്സ് മാത്രം റിവൈസ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാമിന് റെഡി ആയിരുന്നു. പിന്നെ ഞാൻ പോയി എക്സാം എഴുതി. അങ്ങനെയാണ് 75 ക്വസ്റ്റ്യൻസിൽ എക്സാം ക്ലിയർ ചെയ്തത്. ഞാൻ NCLEX ആറിന് പഠിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഒരു 2013-14 സമയത്ത് സോഡിയാക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ജോയിൻ ചെയ്ത് ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് എഴുതുന്ന നഴ്സസിന് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അപ്പം ഞാൻ അന്നേരം MSc പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ബേസിക് കൺസെപ്റ്റിൻ്റെ നല്ല തരം നോളജ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിലോട്ട് ജോയിൻ ചെയ്ത് 5 years സെർവ് ചെയ്തതിന് ശേഷമാണ് NCLEX ആറിന് എക്സാം എഴുതുന്നത്. അപ്പോൾ ആ 5 years ഞാൻ പിന്നെ അധികം വായിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ക്ലാസ്സിന് ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ റിവ്യൂ ക്ലാസ്സിന് ജോയിൻ ചെയ്തതുകൊണ്ട് എന്തോരം ഗുണങ്ങളുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ചുകൂടെ നമ്മളുടെ എല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നെറ്റ്വർക്കിംഗ് പോസിബിൾ ആണ്. അതായത് ഇഷ്ടംപോലെ ആൾക്കാർ എക്സാംസ് എഴുതുന്നവരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അവർ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ തിങ്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഇൻട്രാക്ഷൻസിലൂടെ. പിന്നെ നമുക്ക് എപ്പോഴും ഒരു മെൻറ്റർ ഉള്ളത് വളരെ നല്ലതാണ്. നമ്മളെപ്പോഴും ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ റിവ്യൂ ക്ലാസ്സും സോണ്ടേഴ്സും യുവേൾഡ് സബ്സ്ക്രിപ്ഷനും പിന്നെ പ്രയോറിറ്റൈസേഷന് വേറൊരു ടെക്സ്റ്റ് ബുക്കും പിന്നെ കുറച്ച് വീഡിയോസും പിന്നെ ഓൺലൈനിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഫ്രീ NCLEX ആർ പ്രിപ്പറേഷൻ ടൂൾസും ഉപയോഗിച്ചിട്ടാണ് ഞാൻ NCLEX ആറിൽ 75 ക്വസ്റ്റ്യൻസ് പാസ്സായത്.